ഫലമാണ് ഇന്ന് പകൽ അല്ലെങ്കിൽ ഈ സായങ്കാലം നിങ്ങൾക്ക് ഈ നല്ല ഗൗണൊക്കെ അണിഞ്ഞ് നല്ല സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് സന്തോഷത്തോടെ നിൽക്കുവാൻ ഇടവന്നത്. ആദരണീയരായ എല്ലാ അഭിഷിക്തന്മാർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇന്ന് ഗ്രാജുവേറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരോട് ചേർന്നുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് പ്രധാനമായും എങ്കിലും കടന്നു വന്ന എല്ലാവരോടും എനിക്ക് പറയുവാനുള്ള ഒരു സന്ദേശം. സദൃശ്യവാക്യം 11-ാം അധ്യായം 30-ാം വാക്യമാണ്. എല്ലാവരും വേദപുസ്തകം കൊണ്ടുവന്നിട്ടുള്ള അവസരമല്ല ഇത് എന്നതിനാൽ ഞാൻ തന്നെ വേദപുസ്തകത്തിൽ നിന്ന് വായിക്കുകയാണ്. സദൃശ്യവാക്യം, ബുക്ക് ഓഫ് പ്രോവേർബ്സ് ചാപ്റ്റർ 11 വേഴ്സ് 30. നീതിമാന് ജീവവൃക്ഷം പ്രതിഫലം, ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു. വളരെ പ്രസക്തമായൊരു ചിന്തയാണ് ഇവിടെ കാണുന്നത്. ആ വാക്യങ്ങളെല്ലാം വിശദീകരിക്കേണ്ടതാണ്. ജ്ഞാനിയായ ശലോമോൻ പറയുക. ജ്ഞാനി എന്ന് പറഞ്ഞാൽ പോരാ, നമ്മുടെ ഇന്ത്യയിലെ ജ്ഞാനികളിൽ ഏറ്റവും വലിയ ആള് അല്ലെങ്കിൽ വളരെ അഗ്രഗണ്യനായ ആളാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിന് അത്രയും ജീനിയസ് ആയിട്ടുള്ള ഒരാള് പിന്നീട് ഉണ്ടായിട്ടില്ല എന്നാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ എന്നാണ് എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അദ്ദേഹത്തെക്കാളൊക്കെ എത്രയോ വിശ്വപ്രസിദ്ധമായ ജ്ഞാനമുള്ള ആളായിരുന്നു ശലോമോൻ, അല്ലേ? ആ ശലോമോൻ പറയുകയാണ്, നീതിമാന് ജീവവൃക്ഷം പ്രതിഫലം, എന്നാൽ ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു. വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ ജ്ഞാനി ആരാണ് എന്ന് അവിടെ പറയുന്നത്. ആരാ യഥാർത്ഥത്തിൽ ജ്ഞാനി? 100 ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജ്ഞാനിയാണ്. സർ ഐസക് ന്യൂട്ടൺ ജ്ഞാനിയാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ വളരെ ജ്ഞാനിയാണ്. പക്ഷെ അവരെക്കാൾ ഒക്കെ ജ്ഞാനികളുടെ ജ്ഞാനി എന്ന് വിശേഷിപ്പിക്കാവുന്ന ശലോമോൻ പറയുക, യഥാർത്ഥ ജ്ഞാനി എന്ന് പറയുന്നത് ഹൃദയങ്ങളെ നേടുന്നവനാണ്. വാസ്തവത്തിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹൃദയങ്ങളെ നേടുക എന്ന മലയാള പരിഭാഷ അതിൻ്റെ ഒരു കൃത്യമായ പരിഭാഷയല്ല. എബ്രായ ഭാഷയിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിൻ്റെ യഥാർത്ഥ ആശയത്തിൽ മലയാളത്തിലേക്ക് അത് പരിവർത്തനം ചെയ്താൽ ആത്മാക്കളെ നേടുന്നവൻ ജ്ഞാനി എന്ന് വേണം ആ വാക്യത്തെ പരിഭാഷപ്പെടുത്താൻ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? ആരാ അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ ജ്ഞാനി എന്ന് പറഞ്ഞേ? ആത്മാക്കളെ നേടുന്നവൻ. കഴിഞ്ഞ 3 വർഷം ഇടുക്കിയുടെ മലമടക്കുകളിൽ കാലാവസ്ഥയുടെ പ്രതികൂലത്തെ അതിജീവിച്ച് ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരുടെ ശിക്ഷണത്തിൽ ദൈവവചനം പഠിച്ച നിങ്ങൾ മിടുക്കരാണ്. അത് പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞത് ജീവിതത്തിലൊരു വിജയമാണ്. പക്ഷേ ദൈവം നിങ്ങളെ ജ്ഞാനി എന്ന് പറയണമെങ്കിൽ നിങ്ങൾ ആത്മാക്കളെ നേടുന്നവരായിരിക്കണം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കർത്തൃദാസനും കുടുംബവും ഉൾപ്പെടെ നിങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിച്ചവർ, അധ്വാനിച്ചവർ, വിയർപ്പൊഴുക്കിയവർ ഒക്കെ നിങ്ങളുടെ ഗ്രാജുവേഷൻ ദിവസം സന്തോഷിക്കുകയാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ, നിങ്ങളുടെ പാസ്റ്റേഴ്സ് സന്തോഷിക്കുന്നവരാണ്. പക്ഷേ ഇന്ന് രാത്രി ഞാൻ ഒന്നുകൂടെ പറയാം, ഒരു ദിവസം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവാൻ ഇടവരണമെങ്കിൽ, അല്ല ദൈവസന്നിധിയിൽ നിങ്ങൾ എത്തുമ്പോൾ ദൈവത്തിന് നിങ്ങൾ സന്തോഷമായി തീരുവാൻ ഇടവരണമെങ്കിൽ ചില ആത്മാക്കളുമായി അവിടെ ചെല്ലുവാനിടയാകണം. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ ഗ്രാജുവേഷന്റെ സമയം നിങ്ങളെ ഞാൻ അതിനു വേണ്ടി ചലഞ്ച് ചെയ്യുന്നു. ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു. വേറെ 2 വാക്യം കൂടെ പറഞ്ഞ് ഞാൻ ഉപസംഹരിക്കുവാൻ പോകുക. ഒരു വാക്യം ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 3-ാം വാക്യമാണ്. ബുദ്ധിമാന്മാർ, അറിയാവുന്നവർ ചേർന്ന് പറഞ്ഞേ, ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. ആമൻ. നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ ഒരു അവാർഡ് മേടിക്കുക എന്ന് പറഞ്ഞ ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ് സർ. ആമൻ. സാർ പറഞ്ഞതുപോലെ 40 ഓഫീസുകൾ, 18 DGP ഓഫീസുകളുടെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ അത് കിട്ടുന്നുള്ളൂ. എന്നാൽ ഞാൻ ഇന്ന് രാത്രി പറയുന്നു, ആമൻ, അതൊക്കെ മരണം കൊണ്ട് അവസാനിക്കുമ്പോൾ, കല്ലറ കൊണ്ട് അവസാനിക്കുമ്പോൾ, ശ്വാസം അവസാനിക്കുന്നതോടുകൂടെ ആ പ്രശസ്തികളൊക്കെ അവസാനിക്കുമ്പോൾ, ആത്മാക്കളെ നേടുന്ന ഒരു ദൈവ പൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ, ആത്മാക്കളെ നേടുന്ന ഒരു പാസ്റ്റർ ഇവിടെ ഉണ്ടെങ്കിൽ, ദൈവമുൻപാകെ നിൽക്കുവാൻ ചെല്ലുമ്പോൾ, ഇതാ ഞാനും നീ എനിക്ക് തന്ന മക്കളും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആത്മാക്കളുമായി അടുത്ത് ചെല്ലുവാൻ കഴിയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, you are the wisest one before the Lord. ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും
പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. ഈ ലോകത്തിന്റെ സ്റ്റാർസ് ഉണ്ട് അല്ലേ? ഈ ലോകത്തിലെ സ്റ്റാർസ് ഒക്കെ ഷൂട്ടിംഗ് സ്റ്റാർസ് ആയിട്ട് പോകുമ്പോൾ എവർലാസ്റ്റിംഗ് ഷൈനിങ് സ്റ്റാർ ആരായിരിക്കുമെന്നറിയാമോ? ആത്മാക്കളെ നേടുന്ന ദൈവവൈതലായിരിക്കും. നീതി പ്രവർത്തിക്കുന്ന ദൈവവൈതലായിരിക്കും. നീതിയിലേക്ക് ജനത്തെ തിരിക്കുന്ന ദൈവവൈതലായിരിക്കും. ഒരു വാക്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. 1 തെസ്സലോനിക്കർ 2:19. ധന്യനായ പൗലോസ്ലീഹ യഹൂദ മതത്തിന്റെ വക്താവായിരുന്നു, അല്ല മതഭ്രാന്തനായിരുന്നു. ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു തീവ്രവാദിയായിരുന്നു. യഹൂദരല്ലാത്തവരെ എല്ലാം നിഗ്രഹിക്കുവാൻ, വിശേഷിച്ച് ക്രിസ്തു മതത്തിന് ഉന്മൂലനാശം വരുത്തുവാൻ, മുച്ചോട് മുടിക്കുവാൻ ആവും മറ്റു പരിശ്രമിച്ച് പ്രതിജ്ഞാബദ്ധനായി മതാധികാരികളുടെ അധികാരവും കീറി ദമസ്കോസിലൂടെ യാത്ര ചെയ്യുമ്പോൾ സൂര്യനെ വെല്ലുന്ന പ്രകാശം തന്റെ മേൽ നിഴലിട്ടു. ആത്മാവ് തന്നോട് ഇടപെട്ടു. ദൈവം തന്നെ രൂപാന്തരപ്പെടുത്തി. അന്ന് തന്നിൽ വന്ന ഒരു മാനസാന്തരം എന്ന് പറയുന്നത് ആത്മാക്കളെ നേടുവാനുള്ള ആവേശമായിരുന്നു. രക്ഷിക്കപ്പെട്ടവർക്ക് പലർക്കുമുള്ള ആവേശം പലതും നേടുവാനുള്ള ആവേശമാണ്. എന്നാൽ ആത്മാക്കളെ നേടുവാൻ ആവേശമുള്ളവരെയാണ് കർത്താവ് നോക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, the love of Christ constraineth me. ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ഈ ഗ്രാജുവേഷൻ കഴിഞ്ഞ് കടന്നു പോകുന്ന ഗ്രാജുവേറ്റ്സിനോട് ഞാൻ നിങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് ഇനി ആയുസ്സിൽ പ്രവർത്തിക്കാൻ എത്ര ദിവസം ഉണ്ടാകും എന്നറിയില്ല. നിങ്ങൾ ഓരോ ദിവസവും പ്രാർത്ഥിക്കേണ്ടത്, കർത്താവെ ഒരാത്മാവിനെയെങ്കിലും നേടുവാൻ എനിക്ക് കൃപ തരണമേ. ഈ 2000 വർഷം പിന്നിടുന്ന ഭാരത ക്രൈസ്തവ സഭ ഇന്നും ഭാരതത്തിന്റെ എല്ലാ ഏരിയകളിലും സുവിശേഷവുമായി എത്തുവാൻ ഇടവന്നിട്ടില്ല. 6 ലക്ഷത്തോളം ഗ്രാമങ്ങൾ ഇന്നും സുവിശേഷീകരിക്കപ്പെടുവാനുണ്ടെന്നാണ് ഓടപ്പറഞ്ഞാൽ ഒരു കണക്കിന്റെ അളവ്. ഈവൻ ഇന്ത്യയിലെ, ഈവൻ കേരളത്തിലെ, ഈവൻ ഇടുക്കി ജില്ലയിലെ പോലും ചില ഭാഗങ്ങളിൽ ഇന്നും സുവിശേഷം എത്തപ്പെടുവാനുണ്ട്. ആമേൻ. നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു വലിയ ദൗത്യമാണ്. ഏറിയ പ്രതീക്ഷയോടെയാണ് ദൈവം നിങ്ങളെ വിളിച്ചത്. വിളി മറന്നു പോകാതെ ആത്മാക്കളെ നേടുവാൻ ഇടവരുമെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഞങ്ങളുടെ ആശയോ പ്രശംസാ കിരീടമോ മഹത്വമോ ആരാകുന്നു? നിങ്ങളല്ലയോ? തെസ്സലോനിക്ക പട്ടണത്തിലെ ആമൻ ഒരു കൂട്ടം ആളുകളെ യേശുവിന്റെ സുവിശേഷത്താൽ നിത്യജീവന്റെ വ്യക്താക്കളാക്കി മാറ്റുവാൻ ഇടവന്ന പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ I am going to rejoice. I am going to have a hope of crown. എനിക്കൊരു പ്രശംസാ കിരീടം ലഭിക്കാൻ പോകുന്നു. Because you are the one saved by the grace of God through my gospel. എന്റെ സുവിശേഷത്താൽ രക്ഷിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകൾ നിങ്ങളാണ്. ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഇന്ന് സായങ്കാല വേളയിൽ ഒരു പ്രാവശ്യം കൂടെ എല്ലാ പേരും തങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുമോ? ഗ്രാജുവേറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ മാത്രമല്ല, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളും ദൈവസന്നിധിയിൽ തീരുമാനിക്കണം, കർത്താവേ ഒരാളെയെങ്കിലും അങ്ങയുടെ സന്നിധിയിൽ കാഴ്ചവെക്കുവാൻ തക്കവണ്ണം നീതിയിലേക്ക് നടത്തുവാൻ, രക്ഷാപരിജ്ഞാനത്തിലേക്ക് നടത്തുവാൻ, നിത്യജീവന്റെ അവകാശികളാക്കി തീർക്കുവാൻ എനിക്ക് കൃപ തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിക്കുമോ? ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, തലകളെ മടക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും തങ്ങളെ തന്നെ അതിനുവേണ്ടി സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി ഞാൻ ചോദിക്കുന്നു, ഇന്ന് രാത്രി എത്ര പേര് പറയും, കർത്താവേ എനിക്ക് ഒരു ആത്മാവിനെയെങ്കിലും നേടുവാനുള്ള കൃപ തരണമേ? എൻ്റെ അയൽവാസികൾ, എൻ്റെ ചാർച്ചക്കാർ, എൻ്റെ പ്രിയപ്പെട്ടവർ നിത്യ നരകത്തിന്റെ വിറക് കൊള്ളികളായി കത്തിച്ചാമ്പലാകുവാൻ ഇടവരാതെ അവൻ ജഡത്താൽ കറ പിടിച്ച് അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിക്കുവാൻ, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് പറയുന്നവർ മാത്രം കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. Dedicate yourself, God is with you. പരിശുദ്ധ കർത്താവേ, അങ്ങേ അടിയിൽ നൽകിയ വചനം ഈ നിന്റെ മക്കളോട് അടിയിൽ പങ്കിട്ടല്ലോ. ഞങ്ങൾക്ക് ഈ ലോകത്തിൽ പല ലക്ഷ്യങ്ങൾ ഉണ്ടാവാം. ഞങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്ന്, യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് ഞങ്ങളെ വഴിതെറ്റിച്ചു വിടുവാൻ മറ്റൊരു ലക്ഷ്യത്തിനും കഴിയാതെ വണ്ണം ഞങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം ആത്മാക്കളുടെ വിടുതലായിരിക്കുവാൻ, ഞങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം ഞങ്ങളുടെ സഹോദരങ്ങളുടെ രക്ഷയായിരിക്കുവാൻ, ഞങ്ങളുടെ
ആത്യന്തിക ലക്ഷ്യം ഞങ്ങളുടെ ചർച്ചക്കാരുടെ നിത്യ ആത്മാവിന്റെ നിത്യതയായിരിക്കുവാൻ, അതിനുവേണ്ടി പ്രയത്നം ചെയ്യുവാൻ ഈ സായങ്കാലം അവിടുത്തെ വചനത്തിനു മുൻപിൽ ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, ആത്മാക്കളെ നേടുന്നവൻ ബുദ്ധിമാൻ ജ്ഞാനി എന്ന അവിടുത്തെ സന്നിധിയിൽ കാണുന്നത് പോലെ പലരെയും നീതിയിലേക്ക് തിരിക്കുന്ന നക്ഷത്രങ്ങളെ പോലെ എന്നുമെന്നും അങ്ങയുടെ സന്നിധിയിൽ പ്രശോഭിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും, വിശേഷാൽ ഈ ഗ്രാജുവേറ്റ്സിനും കർത്താവ് കൃപ കൊടുക്കണമേ. ഈ സ്ഥാപനത്തിന് നടത്തിപ്പിന് ശരീരം കൊണ്ട് അധ്വാനിക്കുന്ന, പണം ചെലവഴിക്കുന്ന, ആലോചന പറഞ്ഞു കൊടുക്കുന്ന എല്ലാവരെയും, വിശേഷാൽ അധ്യാപകരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അത്ഭുതം ചെയ്യുമല്ലോ യേശുവിൻ നാമത്തിൽ തന്നെ.